ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നല്ല ഭംഗിയായില്ലേ? നമുക്ക് ക്രിസ്മസിൻ്റെ തീമിനോടൊക്കെ ഇടാം. അപ്പോൾ ഞാൻ മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്, ഡ്രോപ്പ് ഷേപ്പാണ്. അപ്പോൾ ഞാൻ നമ്മുടെ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുക്കാം. ഞാനിവിടെ വാക്സ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. വാക്സ് സ്ട്രിപ്പിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന്, നമുക്ക് വലിപ്പം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ബീഡ്സിൻ്റെ കൗണ്ട് കൂട്ടാം. അപ്പോൾ ഞാനിപ്പോൾ വയ്ക്കുന്ന കൗണ്ടും നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 2-3 കൂടെ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടി കിട്ടും. വലിപ്പം ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ബീഡ്സ് ഒരു സർക്കിൾ ഷേപ്പിൽ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് ഒന്നും ആയിട്ടില്ല എങ്കിൽ ജസ്റ്റ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ 1 by 1 ആയിട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് നല്ല കറക്റ്റ് ആ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ വെക്കുന്നതിന് ഒരു ഫ്ലവറിൻ്റെ ഒരു കറക്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ എല്ലാം ഇതുപോലെ പ്രോപ്പറായിട്ട് വരില്ല. അതിന് ഒന്ന് അറേഞ്ച് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒരു ചെറിയ സ്റ്റോൺ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഇയർ സ്റ്റഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വേറെ ഒത്തിരി ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ഒത്തിരി ആക്സസറീസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതേ ഒന്നായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു ഹാങ്ങിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഇതുപോലെ തന്നെയാണ്. ഇതേ മാറ്റ് കുന്തനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ ഞാൻ കുറച്ച് വലിപ്പമുള്ളത് യൂസ് ചെയ്യുന്നു, കാരണം അതിൻ്റെ കൗണ്ട് ഞാൻ കൂട്ടിയെടുക്കുകയാണ്. കുറച്ചുകൂടെ വലിപ്പമുണ്ട്. മാറ്റ് കുന്തൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുക. മാറ്റ് കുന്തൻ 1 by 1 ആയിട്ട് നമ്മളിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം എടുത്ത് വയ്ക്കുക. ഗ്ലൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഗ്ലൂ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്ലൂ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇയർ സ്റ്റഡ് കുറച്ച് വലിപ്പം കുറച്ചും ഇയർ ഹാങ്ങിങ് കുറച്ചും കൂടെ, ഒത്തിരിയല്ല കുറച്ചും കൂടെ ഒരു വലിപ്പം കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് പറക്കി നമ്മളിങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് പറക്കി വെച്ചാലും ഹാൻഡ് കൊണ്ട് വെച്ചാലും മതി കേട്ടോ. ഞാൻ നിങ്ങളെ ഗ്ലൂ ഗൺ അല്ല എങ്കിൽ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് അവൈലബിൾ ആണ്. ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് വെച്ച് വേണമെങ്കിൽ അത് ചെയ്യാം. അറേഞ്ച് ചെയ്തു. ഇനി സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുക. ഈ സ്റ്റോണിന് പകരം ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് വയ്ക്കാം. ഗോൾഡൻ കട്ട് ബീഡ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ? ഇനി ഇത് കട്ട് ചെയ്തൊന്ന് എടുക്കണം. നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ കട്ട് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ഭംഗി വരുന്നത്. പിന്നെ ഗ്യാപ്പ് ഒത്തിരി വരാതെ നോക്കണം. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ വരാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് ഇതുമില്ലേ, ഇതിൻ്റെ അതേ ഷേപ്പിലുള്ള ഓരോ സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ എടുക്കുന്ന OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആണെങ്കിൽ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സ് സ്ട്രിപ്പ്. ഞാനിപ്പോൾ വാക്സ് സ്ട്രിപ്പാണ് എടുത്തത്. ഇതിനെ പറയുന്നതാണ് ഐപ്പിനാണ്. ഈ ഐപ്പിൻ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി ലെങ്ത് വേണ്ട, ഒത്തിരി ലെങ്തിലാണ് ഇത് കിട്ടുന്നത്. ആ ലെങ്ത് കുറച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മളുടെ സ്റ്റഡ് എടുക്കുക. സ്റ്റഡിൻ്റെ പുറകിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് സ്റ്റഡ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അടുത്ത് ഐപ്പിൻ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നല്ല ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് അങ്ങ് കണക്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് നമ്മുടെ ഹാങ്ങിങ്, ഞാനൊരു ചെറിയൊരു ഹാങ്ങിങ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ സിമ്പിളായിട്ടുണ്ട്. അല്ല, ജസ്റ്റ് നമ്മുടെ പിന്നില്ലേ അത് പുറത്തേക്ക് കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഗുങ്കുരുവാണ്. ഇത് ചെറുതും വലുതും ഒത്തിരി ഷേപ്പിലുണ്ട്. ഞാൻ എന്താ പറയുക, ഒരു ഐപ്പിൻ എടുത്തു. അതിൻ്റെ ജസ്റ്റ് നമ്മളുടെ പ്ലെയർ വെച്ചിട്ട് ഓപ്പൺ ചെയ്തു. അതിലേക്ക് ഒരു 2 എണ്ണം. അതിനുശേഷം ഒരു റെഡ് കളർ ഒരു ബീഡ് കൊടുക്കുന്നു, ഒരു ഹാങ് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇത്? അതിനുശേഷം വീണ്ടും ഒരു 2 ഗുങ്കുരു ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് എന്താ പറയുക, ക്ലോസ് ചെയ്തെടുക്കുക. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ, അതിനെ തിരിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണത്. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അതങ്ങനെ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാനൊക്കെ. ഉണ്ടല്ലോ? ഇനി അടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഹാങ്ങിങ്ങിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യണം. ആദ്യം നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം ഇത് ഇളകിയൊക്കെ വരാതിരിക്കാനാണ്. നല്ല നീറ്റായിട്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഇരിക്കും.
അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. മേളിൽ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി മേളിൽ ഐപ്പിൻ കൊടുത്തു. അതിനുശേഷം താഴെയാണ് ആ ഹാങ്ങിങ് നമ്മുടെ കമ്മലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റഡിൽ വരില്ലേ, അതുപോലെ താഴെ അതിനുശേഷം ഇതൊന്ന് വെച്ച് പ്രസ് ചെയ്തു. ഇനി ഇതൊന്ന് 2 സെക്കൻഡ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഗ്ലൂ ഗണ്ണൊന്നും അല്ല, OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ അല്ല ചെയ്തിരിക്കുന്നത്. ഇത് 2-3 മിനിറ്റ് എടുക്കുക ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഡ്രൈ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി വരും, അതുകൊണ്ടാണ്. എന്നിട്ട് രണ്ടും കൂടെ ഇതൊന്ന് കണക്ട് ചെയ്യുക. ഉണ്ടല്ലോ, ഇതൊന്ന് കണക്ട് ചെയ്ത് ഇതോടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു മാറ്റ് കുന്തന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഗ്ലാസ് കുന്തന് ഒരു ഗ്ലേസിങ്ങും മാറ്റിനൊരു പ്രത്യേക ഒരു ഫിനിഷിങ്ങും ആണുള്ളത്. നോക്കിയേ, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. നോക്കിയേ അതിൻ്റെ ഭംഗി നോക്കിയേ. ഇത് നമുക്ക് കുറച്ച് വലിപ്പം വേണമെങ്കിൽ നമുക്ക് വലിപ്പം കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.